KSU മുഖ്യമന്ത്രി പോരുകടുക്കുമ്പോൾ തന്റെ നിലപാട് പരസ്യമാക്കിയിരിക്കുകയാണ് മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രിയെ നാലുപാട് നിന്നും ആക്രമിക്കുമ്പോൾ പൂർണ്ണ പിന്തുണ നൽകുക മാത്രമല്ല, മറിച്ച് മുഖ്യമന്ത്രി സ്വീകരിച്ച ചില നിലപാടുകൾ എന്തുകൊണ്ട് ശരിയാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് മുരളീധരൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉയർന്ന ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. പ്ലീഡർ നിയമനത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിൽ കാണാൻ അനുമതി തേടിയ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. ഇതോടെയാണ് VD വിരുദ്ധ ക്യാമ്പ് ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. തിരക്കേറിയ ഷെഡ്യൂൾ കാരണമാണ് അനുമതി ലഭിക്കാതിരുന്നതെന്ന് ഔദ്യോഗിക വിശദീകരണമുണ്ടെങ്കിലും വിഷയം പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ VD സതീശനെ സംരക്ഷിച്ച് രംഗത്ത് വന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവും ഉടലെടുത്തിട്ടുണ്ട്. KSUവിനെ അപമാനിച്ചു എന്ന വികാരത്തിലാണ് നേതാക്കൾ. വിവാദ പരാമർശം നടത്തിയതിൽ മുഖ്യമന്ത്രി VD സതീശന് പരോക്ഷ മറുപടിയുമായി KSU തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ അടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് മുരളി VDക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ CPM അനുഭാവികളായവരെ തിരികെ കയറ്റിയെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി CPM അനുഭാവികളിൽ ചിലർ കടന്നുകൂടിയെന്നുമാണ് KSU ആക്ഷേപം. എന്നാൽ CPMൽ പ്രവർത്തിച്ചുവെന്നതുകൊണ്ട് ഒരാൾ എങ്ങനെ അയോഗ്യനാകുമെന്നാണ് മുരളിയുടെ ചോദ്യം. TK ഹംസ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പിന്നീട് CPMലെത്തിയ കാര്യമടക്കം ചൂണ്ടിക്കാട്ടിയാണ് മുരളീധരൻ VD സതീശന് സംരക്ഷണം ഒരുക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഇപ്പോ UDF തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ KSUവിനെ തള്ളി പറയുകയാണോ? ഇല്ല, അത് അവര് തമ്മിൽ തീർത്തോട്ടെ. അല്ല, പക്ഷേ ഞാൻ പറയുന്നത് അടക്കം അതിലുള്ളൊരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിട്ട് അതിന് സമയം കൊടുക്കുന്നില്ല അദ്ദേഹം. മുഖ്യമന്ത്രിയെ കാണാനൊന്നും ഒരു തടസ്സം ആർക്കും ഇല്ലല്ലോ. ആർക്കും അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ പോയി കാണാം. വൈകുന്നേരം 4 മണി തൊട്ട് അദ്ദേഹം എല്ലാ സന്ദർശകരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ, അദ്ദേഹത്തിനെ കാണാൻ ഒരു തടസ്സവും ഇല്ല. ഇതുപോലെ ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അതേ മുഖ്യമന്ത്രിയാണ് സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ BJPയുടെ കേരളത്തിലെ നിയമസഭാ കക്ഷി നേതാവ് പണ്ട് ഞങ്ങളുടെ DCC ഭാരവാഹിയായിരുന്നു. CPMന്റെ ഏറ്റവും സീനിയർ നേതാവ് TK ഹംസ ഞങ്ങളുടെ DCC പ്രസിഡന്റായിരുന്നു ഒരു കാലത്ത്. പൂർവാശ്രമത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ ആശ്രമത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോ അതിന് KSUവിനെ പാടെ തള്ളണമോ എന്നുള്ളതാണ്. ഇല്ല, സമ്മേളനത്തില് പരാമർശമൊക്കെയാണ് ചൂണ്ടിപ്പിച്ചത്. ആ മൗനം അതിനപ്പുറത്തേക്ക് KSUവിനെ അങ്ങനെ തള്ളി പറയേണ്ടിയിരുന്നോ? ഇല്ല, അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. KSUവിന് എന്ത് കാര്യം എന്നാണ് ചോദിച്ചത്. അത് എന്തായാലും KSU അല്ലേ, നമ്മുടെ കുട്ടികളല്ലേ, കുഴപ്പമില്ല.